ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓശാന ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നോമ്പുകാലത്തിലെ ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇപ്പോൾ ഓശാന ഞായറാഴ്ചയിലേക്കും തുടർന്ന് യേശുവിൻ്റെ പീഡാസഹനത്തിലേക്കും മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തിലേക്കും പ്രവേശിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ മഹാരഹസ്യങ്ങൾ പ്രഘോഷിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓശാന ഞായറാഴ്ചയിൽ ആരാധനക്രമത്തിൻ്റെ ആദ്യഭാഗം കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദാരവും മുഴക്കുന്ന ജനങ്ങളെയാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും സന്തോഷം നൽകുന്നു, ആഹ്ലാദം നൽകുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയും തിരിച്ചറിയാൻ സാധിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഇന്നത്തെ ലിറ്റർജിയിൽ തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹത്വപൂർണമായ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, സഹിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം കൂടിയും ദൈവസാന്നിധ്യം വിളിച്ചോതുന്നതാണ് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. താബോർ മലയിൽ കർത്താവിൻ്റെ രൂപാന്തരീകരണം നടക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം വളരെ സന്തോഷത്തോടെ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ ഇവിടെയായിരിക്കുന്നന്ന് ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന്. എന്നാൽ അതേ ശിഷ്യന്മാർ തന്നെ ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവ് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് കേണപേക്ഷിച്ചിട്ട് പോലും ഉറങ്ങിപ്പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുക. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ സഹനവും അവിടെയും നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദാരവും മുഴക്കുന്ന ജനങ്ങൾ, അവരെ പോലെ തന്നെ നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദാരവും മുഴക്കുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ, കർത്താവിൻ്റെ ഇടപെടലിലൂടെ നമ്മൾക്ക് ആനന്ദമുണ്ടാകുമ്പോൾ, സൗഖ്യമുണ്ടാകുമ്പോൾ ഒക്കെ എന്തുമാത്രം സന്തോഷപൂർണ്ണമായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് നടന്നു വരിക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അത് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹസമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന എത്രയോ വ്യക്തികളെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഇപ്രകാരം നമ്മൾ മഹത്വപൂർണനായ ദൈവത്തെ മാത്രമല്ല, സഹിക്കുന്ന ദൈവത്തെ കൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. പീഡനങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ മരണം പലപ്പോഴും അതിൽ തന്നെ ഒരു അവസാനമാകണമെന്നില്ല. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തികളെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ മരണം ഒരു പുതിയ ജനനമായിട്ട് മാറുന്നു. ഇപ്രകാരം നമ്മുടെ സഹനങ്ങളിലൂടെ ഒരു പുതിയ ജനനത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് ഏറ്റവും നല്ല മാതൃകയായിട്ട് നമ്മൾ കാണുന്നത് നല്ല കള്ളൻ്റെ ജീവിതമാണ്. നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് സഹനങ്ങളുടെ നടുവിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. സഹനങ്ങളുടെ നടുവിലും പർദീസയിലേക്ക് നീളുന്ന ദർശനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നല്ല കള്ളനെ അവിടെ ചിത്രീകരിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പീഡനങ്ങളുടെ അന്ത്യം മരണമല്ല, മറിച്ച് ഒരു പുതിയ ജനനമാണ് എന്ന തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. കർത്താവിൻ്റെ പീഡകളെ ഓർത്ത് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമാണ് നമ്മുടെ വേദനകളെ കുരിശോട് ചേർത്ത് വയ്ക്കുക എന്ന്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവികമായ തലത്തിലേക്ക് നമ്മുടെ വേദനകളെ ഉയർത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ശക്തി കൊണ്ട് മറികടക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ദൈവികമായ ശക്തി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് തരണം ചെയ്യുവാനുള്ള കഴിവ് ദൈവം തരും. ഇപ്രകാരം കുരിശിനോട് ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലേക്ക്, ദൈവികമായ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ ഉയർത്തിപ്പിടിക്കുക എന്ന അർത്ഥമാണ്. നമ്മൾ കർത്താവിൻ്റെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്, നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വേദനകളെ
സഹിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നു എന്ന്. കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവപുത്രൻ്റെ സഹനത്തെയാണ്. അവിടുന്ന് സഹിച്ച സഹനത്തിൻ്റെ ആഴത്തെയാണ്. എന്തുമാത്രം അവഹേളനങ്ങളാണ് അവിടുന്ന് സഹിച്ചത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പും മറ്റുള്ളവരുടെ മർദ്ദനങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് സഹിച്ചു. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് അനുരൂപനായി തീരുകയാണ്. ഇപ്രകാരം കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള വലിയ കൃപ അവിടുന്ന് നമുക്ക് നൽകുന്നു. ഓശാന ഞായറാഴ്ചത്തെ 2 പ്രധാനപ്പെട്ട ആരാധനക്രമങ്ങൾ. ആദ്യത്തെ ഭാഗം കർത്താവിന് ഓശാന പാടിക്കൊണ്ട് യേശുവിനോടൊപ്പം നമ്മൾ ജെറുസലേമിലേക്ക് ആഘോഷമായിട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ മഹത്വപൂർണനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ പീഡാസഹന വായനയാണ്. മഹത്വപൂർണനായ ദൈവത്തെ മാത്രമല്ല, പീഡകൾ അനുഭവിക്കുന്ന നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവപുത്രനെ കൂടി നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കണം, ആരാധിക്കണം എന്ന് തന്നെയാണ് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുക. കർത്താവിനോടൊപ്പം നമുക്ക് കുരിശിൻ്റെ പാതയിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷത്തിൽ ഗ്രീക്കുകാർ പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കർത്താവിനെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ കർത്താവ് അവർ കൊടുക്കുന്ന മാർഗം അത് കുരിശിൻ്റെ മാർഗമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഇപ്രകാരം നമ്മൾ കർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദാരവും ഒഴുക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളിൽ ഒരുവനായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മഹത്വപൂർണനായ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ല, കുരിശിൽ നമുക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന യേശുവിനെയും കണ്ടുമുട്ടുമ്പോൾ ആ ഒരു ആഹ്ലാദം നമ്മുടെ ജീവിതത്തിൽ അലയടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും സ്വർഗീയമായ രീതിയിൽ ഈ ദിനങ്ങൾ ആഘോഷിക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാകട്ടെ. ആമേൻ.